സാമ്പാറിന്റെ റെസിപ്പി കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പൂ പോലെയുള്ള ഇഡ്ഡലിയുടെ ബാറ്ററിന്റെ റെസിപ്പി വേണം എന്നുള്ളവർ ഒന്ന് കമന്റ് ചെയ്താൽ മതിയേ. 1/2 കപ്പ് സാമ്പാർ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് മഞ്ഞപ്പൊടി, ഉപ്പ്, കായപ്പൊടി ചേർത്ത് 3-4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ആകെ 3 പച്ചക്കറികളെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. പച്ചമുളക്, തക്കാളി, സവാള. തക്കാളിയും സവാളയും ഓരോന്ന് വീതമാണ് എടുത്തിരിക്കുന്നത്. സവാള ഇതുപോലെ അല്ലികളായിട്ട് അടർത്തിയെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് 7-8 പേർക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ സാമ്പാർ റെഡിയാക്കണത്. ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കാരണം ടൈമില്ല പറയാനേ. അപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുക്, വറ്റൽമുളക്, കറിവേപ്പിലയും ഈ വെജിറ്റബിൾസൊക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് ഈ പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് ആവശ്യമുള്ള പുളിവെള്ളവും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് വെന്ത പരിപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യാനുസരണമുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നന്നായി വെട്ടി തിളയ്ക്കുമ്പോൾ കുറച്ച് മല്ലിയിലേക്ക് ഇട്ടെടുക്കുമ്പം അടിപൊളി സാമ്പാർ റെഡിയാണ്. ഇഡലിയുടെ കൂടെ കഴിക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ.